ശ്രീമദ് ഭഗവദ്ഗീതയിലെ ഒന്നാമത്തെ അധ്യായമായ അർജുന വിഷാദയോഗത്തിലെ 36-ാം ശ്ലോകം ഇതാണ്. നിഹതന്യധാർത്തരാഷ്ട്രാൻ ന കാ പ്രീതിഃ സ്യാത് ജനാർദ്ദന പാപമേവ ആശ്രയേദസ്മാൻ ഹത്വാ ഏതാൻ ആതദായനഃ. ഇതിന്റെ അർത്ഥം, ഹേ ജനാർദ്ദന, ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നതുകൊണ്ട് നമുക്കെന്ത് സന്തോഷമാണുണ്ടാകുക? ഈ ആതതായികളെ കൊന്നാൽ നമുക്ക് പാപം മാത്രമേ വന്നുചേരൂ. ഇതിന്റെ വ്യാഖ്യാനം, അർജുനൻ ഭയപ്പെടുന്നത് കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും കൊലപ്പെടുത്തുന്നതിലൂടെ ഉണ്ടാകുന്ന പാപത്തെയും യുദ്ധം ചെയ്തതുകൊണ്ട് ലഭിക്കാൻ പോകുന്ന ഫലമില്ലായ്മയെയുമാണ്. സ്വന്തം ആളുകളെ കൊല്ലുന്നത് ധർമ്മവിരുദ്ധമാണെന്നവൻ വിശ്വസിക്കുന്നു. ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആ യുദ്ധമുണ്ടായത്. അധർമ്മികൾ അത് ചിന്തിക്കുന്നില്ലെങ്കിൽ ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കാൻ ഇറങ്ങിയവർ എന്തിന് സംശയിക്കണമെന്നത് അർജുനന്റെ വലിയൊരു ധർമ്മസങ്കടമായിരുന്നു. ഭഗവാൻ കൃഷ്ണൻ അർജുനന്റെ ഈ സംശയങ്ങൾക്ക് ഉത്തരം നൽകിയാണ് ഗീതോപദേശം നൽകുന്നത്. ശരീരത്തോടുള്ള ആത്മബന്ധവും കടമയോടുള്ള ധർമ്മവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിക്കൊടുക്കാനാണ് കൃഷ്ണൻ ശ്രമിക്കുന്നത്. അവസാന നിമിഷം പിന്മാറുന്നത് പ്രത്യാഘാതങ്ങളുണ്ടാക്കുന്നതും യുക്തിക്ക് നിരക്കാത്തതുമാണ്. അർജുനന്റെ കാര്യത്തിലും സംഭവിച്ചത് ഇതുതന്നെയാണ്. ധർമ്മത്തിന്റെ വഴിയിൽ ഉറച്ചുനിൽക്കാൻ കൃഷ്ണൻ അവനുപദേശം നൽകിയത് ആ വൈകാരികമായ കെട്ടുകളിൽ നിന്നും മോചനം നേടാനാണ്. 2026-ലെ ആധുനിക യുവതലമുറയ്ക്ക് ഈ ശ്ലോകം വലിയൊരു പാഠമാണ് നൽകുന്നത്. പലപ്പോഴും ഇന്നത്തെ ചെറുപ്പക്കാർക്ക് വൈകാരികമായ ബന്ധങ്ങൾക്കും അവരുടെ കടമകൾക്കുമിടയിലുള്ള സംഘർഷങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഈ ശ്ലോകം അവരെ പഠിപ്പിക്കുന്നത് ഏതൊരു സാഹചര്യത്തിലും പെട്ടെന്നുള്ള വികാരങ്ങൾക്ക് അടിമപ്പെടാതെ കാര്യങ്ങളെ വ്യക്തമായി വിശകലനം ചെയ്ത് ധർമ്മത്തിന്റെ വഴിയിൽ ഉറച്ചുനിൽക്കാനാണ്. അത് അവരുടെ ജീവിതത്തിൽ കൂടുതൽ വ്യക്തതയും ദൃഢനിശ്ചയവും കൊണ്ടുവരും. അർജുനന് കൃഷ്ണനെപ്പോലെ ഒരു മാർഗദർശിയെ ലഭിച്ചത് ഭാഗ്യമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് ഭഗവദ്ഗീതയിലെ ആശയങ്ങളും ഉപദേശങ്ങളും തന്നെയാണ് നമുക്ക് കൃഷ്ണനെപ്പോലെ മാർഗദർശിയായി നിൽക്കുന്നത്. കൂടാതെ ധ്യാനത്തിലൂടെയും ആത്മപരിശോധനയിലൂടെയും നമുക്കുള്ളിലെ വെളിച്ചം കണ്ടെത്താനും ശരിയായ വഴി തിരഞ്ഞെടുക്കാനും സാധിക്കും. വിശ്വസ്തരായ മാർഗദർശിമാരെയോ മുതിർന്നവരെയോ സമീപിക്കുന്നതും ഈ അവസരങ്ങളിൽ പ്രയോജനകരമാണ്. ഭഗവദ്ഗീത എന്ന പുസ്തകം വായിക്കുന്നതിനപ്പുറം അതിലെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് പ്രധാനം. നിസ്വാർത്ഥമായി കർമ്മം ചെയ്യുക, ഏതു പ്രതിസന്ധിയിലും മനസ്സിന്റെ സമനില പാലിക്കുക, വിവേകത്തോടെ പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് ഗീതയുടെ കാതൽ. പുസ്തകമില്ലെങ്കിലും ഈ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിലൂടെ ഒരാൾക്ക് ഏതൊരു പ്രതിസന്ധിയിൽ നിന്നും പുറത്തുവരാൻ സാധിക്കും. അത് സ്വന്തം മനസ്സിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഈ മൂല്യങ്ങൾ പരിശീലിക്കാൻ തുടങ്ങാൻ ഏറ്റവും നല്ല വഴി ചെറിയ കാര്യങ്ങളിൽ നിന്നാണ്. ഉദാഹരണത്തിന്, എന്ത് ജോലി ചെയ്താലും അത് ആത്മാർത്ഥതയോടെ ചെയ്യുക, മറ്റുള്ളവരോട് സ്നേഹത്തോടും കരുണയോടും പെരുമാറുക, ഓരോ കാര്യത്തിലും ശരിയാണെന്ന് തോന്നുന്നത് തിരഞ്ഞെടുക്കുക എന്നിവയാണ്. അതുപോലെ ദിവസവും അല്പം സമയം ധ്യാനത്തിനായി മാറ്റിവെക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. ഈ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങിയാൽ ക്രമേണ വലിയ മാറ്റങ്ങൾ കാണാൻ കഴിയും. ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജ്ജത്തെയും തടസ്സങ്ങളെയും നേരിടുക എന്നത് വലിയ വെല്ലുവിളിയാണ്. ഭഗവദ്ഗീത ഇതിനൊരു വ്യക്തമായ പരിഹാരം നൽകുന്നുണ്ട്. ഒന്നാമതായി, ഇത്തരം ആളുകളുടെ പ്രവർത്തനങ്ങളിൽ അമിതമായി ശ്രദ്ധിക്കുന്നതിനു പകരം നിങ്ങളുടെ ലക്ഷ്യത്തിലും ധർമ്മത്തിലും ശ്രദ്ധിക്കുക. രണ്ടാമതായി, ആത്മവിശ്വാസം നിലനിർത്താൻ ധ്യാനവും നല്ല കൂട്ടുകെട്ടുകളും പ്രയോജനപ്പെടുത്തുക. മനസ്സിന് ശക്തി പകരുന്ന കാര്യങ്ങളിൽ വ്യാപൃതരാവുക. ഇതൊരു തുടർ പ്രക്രിയയാണ്. ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ടത് സ്വന്തം ആന്തരിക ശക്തിയും ആത്മവിശ്വാസവുമാണ്. പുറത്തുനിന്നുള്ള നെഗറ്റീവ് ശക്തികൾക്ക് നിങ്ങളുടെ മനഃശാന്തിയും തീരുമാനങ്ങളും നിയന്ത്രിക്കാൻ അനുവദിക്കാതിരിക്കുകയാണ് പ്രധാനം. ധർമ്മത്തിന്റെ പാതയിലുള്ള ഉറച്ച വിശ്വാസം നിങ്ങളെ ഇത്തരം പ്രതിസന്ധികളിൽ നിന്നും സംരക്ഷിക്കും. ആന്തരിക ശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിലൊന്ന് ധ്യാനവും ശ്വസന വ്യായാമങ്ങളുമാണ്. ഇത് മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കും. കൂടാതെ നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതും പോസിറ്റീവ് മനോഭാവമുള്ളവരുമായി സമയം ചിലവഴിക്കുന്നതും വളരെ ഗുണം ചെയ്യും. പ്രകൃതിയുമായുള്ള ബന്ധം ആന്തരിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനും മനഃശാന്തി കണ്ടെത്തുന്നതിനും വളരെ പ്രധാനമാണ്. പ്രകൃതിയിലെ ലയം നമുക്ക് ജീവിതത്തിന്റെ താളം മനസ്സിലാക്കി തരുന്നു. ശബ്ദമില്ലാതെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു അദൃശ്യമായ ശക്തി പ്രകൃതിയിലുണ്ട്. ഭഗവദ്ഗീതയും നമ്മോട് പ്രകൃതിയെയും ഈശ്വരനെയും അടുത്തറിയാൻ പറയുന്നുണ്ട്.
ഈ ശ്ലോകത്തിൽ പ്രധാനമായും ആതതായികൾ അഥവാ അക്രമകാരികളായ ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി അത്തരം ആളുകളെ ശിക്ഷിക്കുന്നത് ഒരു കടമയാണെങ്കിലും സ്വന്തം ബന്ധുക്കളാകുമ്പോൾ അർജുനനിലുണ്ടാകുന്ന വൈകാരികമായ സംഘർഷമാണ് ഇവിടെ പ്രധാനം. ഈ ശ്ലോകം നമ്മുടെ വ്യക്തിപരമായ ധാർമ്മിക മൂല്യങ്ങളെയും നമ്മുടെ സാമൂഹിക കടമകളെയും എങ്ങനെ സന്തുലിതമാക്കണമെന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ ചിന്തയാണ്.